നിങ്ങൾ ഈ കാർ ഓർക്കുന്നത് ഈ സ്കാം കാരണമായിരിക്കും. 80കളുടെ തുടക്കത്തിൽ ടൊയോട്ടയുടെ മീറ്റിങ്ങിനിടെ IG ടൊയോട്ട ചോദിക്കുകയാണ്, യൂറോപ്യൻ അമേരിക്കൻ കാർസിനേക്കാളും മികച്ചൊരു കാർ നിർമ്മിക്കാൻ പറ്റുമോ? തുണിഞ്ഞിറങ്ങാൻ തീരുമാനിച്ചവർ സെഞ്ചുറി അല്ലെങ്കിൽ ക്രൗൺ അതിന് മതിയായി വരില്ല എന്ന് മനസ്സിലാക്കി സീറോ ഷെയറിംഗ് കംപ്ലീറ്റ്ലി ന്യൂ കാർ കോഡ് നെയിംഡ് S. ഇതിന് അവർ കണ്ട അർത്ഥം ഫ്ലാഗ്ഷിപ്പ് എന്നായിരുന്നു. പിന്നീട് ഫ്ലാഗ്ഷിപ്പ് 1 എന്നും വിളിച്ചു. അപ്പോഴും മറ്റൊരു വെല്ലുവിളി ടൊയോട്ടയുടെ ബ്രാൻഡ് ഇമേജ് ഒരു ലക്ഷറി വാഹനത്തിന് പോരാതെ വരുമെന്നതായിരുന്നു. ചർച്ചകൾക്ക് അവസാനം ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. വാട്ട് ആൻ ഐഡിയ സർജി എന്ന് ആരും പറഞ്ഞില്ല. കാരണം ഹോണ്ടയിൽ നിന്നുള്ള അക്യൂറ ബ്രാൻഡിൻ്റെ വിജയം ലോകം ഓൾറെഡി കണ്ടതാണ്. ലെക്സസ് എന്ന് പേരിട്ട ഈ ബ്രാൻഡിന് ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ മാത്രം. അമേരിക്കൻ കാർസിനേക്കാളും ഫീച്ചേഴ്സും ജർമ്മൻ കാർസിനേക്കാളും റിലയബിളും ആവണം. ഇതിന് അവർ ചെയ്തത് S ക്ലാസ് ആൻഡ് 7 സീരീസിലെ ഒരു നട്ട് പോലും ബാക്കി വെക്കാതെ ഡിസ്മാൻഡിൽ ചെയ്ത് പഠിക്കുക എന്നതായിരുന്നു. വർഷം 1985. ആദ്യ പ്രോട്ടോടൈപ്പ് കണ്ടവർ തികച്ചും നിരാശരായി. ടു സ്പോർട്ടി എന്നാണ് അഭിപ്രായം. ജാപ്പനീസ് ഡിസൈൻ ഫിലോസഫിയോട് കൂടി ഒരു അപ്രൈറ്റ് ബോക്സി ഡിസൈനിലേക്ക് ചെന്നെത്താൻ അവർക്ക് വേണ്ടി വന്നത് 450 പ്രോട്ടോടൈപ്സ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അവസാനം രൂപം കൊണ്ടത് അന്നത്തെ മോസ്റ്റ് എയറോഡൈനാമിക് വാഹനത്തിനായിരുന്നു. ഓൾമോസ്റ്റ് ഫൈനലൈസ് ചെയ്യാനിരുന്ന 3.7 ലിറ്റർ V8 റിജക്ട് ചെയ്യാൻ കാരണം തൊട്ടപ്പുറത്തിരുന്ന് നിസാൻ്റെ ഇൻഫിനിറ്റി ബ്രാൻഡ് വരുന്നത് 3.8 ലിറ്റർ കാറുമായി ആണ് എന്നുള്ള ഒരൊറ്റ കാരണം മാത്രമായിരുന്നു. ഫൈനലി ആഫ്റ്റർ 900 എൻജിൻസ് വന്നത് അന്ന് വരെ കേട്ടുകേൾവില്ലാത്ത അലൂമിനിയം ക്യാം, അലൂമിനിയം ഹെഡുമായി വന്ന 4 ലിറ്റർ V8. ഇത് പിന്നീട് പരസ്യപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്തത് ഫുൾ ത്രോട്ടിൽ ആൻഡ് വൈൻ ഗ്ലാസ് പിരമിഡ് ബോണറ്റിന് മുകളിൽ. 1988 LA ഓട്ടോ ഷോയിൽ ലോകത്തിന് മുന്നിൽ ലെക്സസ് ഫൈനലി കാഴ്ചവെച്ചു LS 400. LS എന്നാൽ ലക്ഷറി സെഡാൻ. ABS മുതൽ ട്രാക്ഷൻ കൺട്രോൾ വരെ ലക്ഷറി ആയിരുന്ന ആ കാലത്ത് മികച്ച സസ്പെൻഷൻ, എയർ ആയിക്കോട്ടെ കോയിലോവേഴ്സ് ആയിക്കോട്ടെ, വാക്യൂം ഫ്ലൂറസെന്റ് ക്ലസ്റ്റർ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ്, ഡ്രൈവ് മോഡ്സ്, സസ്പെൻഷൻ മോഡ്സ്, അങ്ങനെ ഒരുപാട്. എന്നാൽ S ക്ലാസിനേക്കാളും 7 സീരീസിനേക്കാളും കുറഞ്ഞ വിലയിൽ വിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇത് നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞത് ഞാനല്ല, BMW ആണ്. പിന്നീട് മെർസിഡീസും 10% പ്രൈസ് കട്ട് ചെയ്തു എന്നതാണ് ചരിത്രം. 4th ജനറേഷനോട് കൂടി മറ്റാർക്കും മുന്നേ ഹൈബ്രിഡും കൊണ്ടുവന്നെങ്കിലും എന്തൂസിയാസ്റ്റുകൾക്കിടയിൽ പതിയെ അപ്രസക്തി ആർജിച്ചു. LS എന്ന് പറയപ്പെട്ടത് വൈസ് മാൻ സ്റ്റോൾസ് എന്നായിരുന്നു. 36 വർഷങ്ങൾക്ക് ഇപ്പുറം 2026 ലെക്സസ് LS 500 ഹെറിറ്റേജ് എഡിഷനോട് കൂടി LS അവസാനിക്കുന്നു. ദിസ് ഈസ് ദി എൻഡ്. ഇനി വരാനിരിക്കുന്നത് ലക്ഷറി സെഡാൻ അല്ല, പക്ഷേ ഒരു 6 വീലർ ലക്ഷറി സ്പേസ് ആണ്. പണ്ട് നെക്സ്റ്റ് ജനറേഷൻ S ക്ലാസ് LS 400നോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി $500 മില്യൺ എക്സ്ട്രാ വർഷങ്ങളും സ്പെൻഡ് ചെയ്തത് LSൻ്റെ ലെഗസിയുടെ ഭാഗമാണ്. ലോകത്ത് ഇത്രയൊക്കെ കോളിളക്കം സൃഷ്ടിച്ച ഈ ബ്രാൻഡ് ഇന്ത്യ അറിയാൻ കാരണം ഒരൊറ്റ വ്യക്തിയാണ്, ഹർഷദ് മേത്ത. മോഹവില കൊടുത്ത് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ ലെക്സസും പിന്നീട് പ്രധാന തൊണ്ടുമുതലായി മാറിയ LS 400 വാർത്തകളിൽ എന്നും ഇടം പിടിച്ചു. അതുകൊണ്ട് തന്നെ